വ്യാജ വോട്ട് ആരോപണവുമായി വീണ്ടും ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് 1,64,006 വോട്ടുകൾ ഇരട്ടിപ്പായി വന്നു. വ്യാജന്മാരെ തിരികെ കയറ്റാൻ ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുകയാണ്. നാളെ ലിസ്റ്റ് വന്ന ശേഷം നിയമപരമായി നേരിടുന്നത് ആലോചിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അടൂർ പ്രകാശിന്റെ കള്ളവോട്ട് ആരോപണം മുൻകൂർ ജാമ്യം എടുക്കലാണെന്നും പുകമറ സൃഷ്ടിക്കാനാണ് ഉദ്ദേശമെന്നും LDF സ്ഥാനാർത്ഥി വി ജോയ് മറുപടി നൽകി. 1,64,006 വോട്ടുകളാണ് ഇരട്ടിപ്പായി വന്നിട്ടുള്ളത്. നാളെ ഇപ്പോൾ ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങാൻ പോവുകയാണ്. ആ ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങുന്ന സമയത്ത് വ്യാപകമായി എത്രമാത്രം ആളുകളെ ചേർക്കുവാൻ കഴിയുമോ എന്ന് വെച്ചാൽ അത്രയും ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ട്. അടൂർ പ്രകാശ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഒരു അഡ്വാൻസ് ജാമ്യമെടുപ്പാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത പുതിയ വോട്ടർമാരെ സംബന്ധിച്ച പൂർണ്ണ വിവരം നമുക്ക് സൈറ്റിൽ ലഭ്യമാണ്. പിന്നെ എവിടെയാണ് ഈ കള്ള വോട്ടെന്നതിനെ സംബന്ധിച്ച് അറിയാൻ നിവൃത്തിയില്ല. അങ്ങനെ കള്ളവോട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കട്ടെ. ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ആദ്യം ഒരു പരാതി കൊടുത്തതാണല്ലോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചിട്ടാണല്ലോ 320 വോട്ടുകൾ അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തത്. ഇനി അവർക്കുണ്ടെങ്കിൽ കൊടുക്കട്ടെ. ആരും അതിനകത്ത് കള്ളവോട്ട് ചേർക്കാനൊന്നും ആരും പോകുന്നില്ല. ഇതെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കുക, ആളുകളുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിനകത്ത് ഒരു അടിസ്ഥാനപരമായ ഒരു കാരണവും അതിനകത്തില്ല.